സമൂഹത്തിന്റെ സംയോജിത വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വനിതകൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും വളർച്ച കൈവരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി പറഞ്ഞു. भारत सरकार का मानना है कि देश में सहकार से समृद्धि आएगी। सहकारी आंदोलन को मजबूत करने के लिए वर्ष 2021 में सहकारिता मंत्रालय का गठन किया गया है। इस वर्ष के बजट में भी सहकारिता क्षेत्र के सुव्यवस्थित और सर्वांगीण विकास के लिए नेशनल कोऑपरेशन पॉलिसी लाने का प्रयास रखा गया है। प्राथमिक से लेकर शीर्ष स्तर की सहकारी समितियों ने सहकारी आंदोलन को सशक्त और मजबूत करने के लिए और भी अनेक प्रयास किए जा रहे हैं। विभिन्न योजनाओं के तहत सहकारी संस्थाओं को वित्तीय, ടെക്നിക്കി പ്രശിക്ഷണ സംബന്ധി മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ശ്രീവാരണ വനിതാ സഹകരണ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണ സ്ഥാപനങ്ങൾ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായും ദ്രൗപദി മുർമു ഓർമ്മിപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ മഹാരാഷ്ട്രയിലെത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ CP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. ഇന്ന് പൂനെയിൽ നടക്കുന്ന സിംബയോസിസ് ഇന്റർനാഷണലിന്റെ 21ാമത് ബിരുദദാന ചടങ്ങിനെ ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. തുടർന്ന് മുംബൈയിൽ നടക്കുന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ ശതാബ്ദി ആഘോഷത്തിലും പങ്കെടുക്കും. നാളെ ലാത്തൂരിലെ ഉദ്ഗീറിൽ ബുദ്ധവിഹാർ രാജ്യത്തിന് സമർപ്പിച്ച ശേഷം മഹാരാഷ്ട്ര സർക്കാരിന്റെ ഷാസൻ അപ്ലിയാദാരി, മുഖ്യമന്ത്രി മജ്ഹി ലഡ്കി ബഹിൻ യോജന എന്നീ പദ്ധതികളുടെ ഗുണഭോക്തൃ സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും.